ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിതിഗതികൾ നിയന്ത്രണമാണെങ്കിലും GCC രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ആക്രമണം ഇറാൻ തുടരുകയാണ്. ബഹ്റൈനിൽ വൈകുന്നേരത്തോടെ വീണ്ടും ആക്രമണമുണ്ടായി. മാമീർ മേഖലയിലായിരുന്നു ആക്രമണം. UAEക്ക് നേരെയും ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചതായും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടെ ജാഗ്രതയുണ്ട്. എത്രത്തോളം സമാധാനം എത്രത്തോളം അകലെയാണിപ്പോൾ? സുധി, ഗൾഫ് മേഖലയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ അപ്പോഴും വിവിധ GCC രാജ്യങ്ങൾക്കെതിരായ ആക്രമണം ഇറാൻ തുടരുകയും ചെയ്യുന്നുണ്ട്. ബഹ്റൈനിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും ആക്രമണമുണ്ടായി. അമീർ മേഖലയിലാണ് പ്രധാനമായും ആക്രമണം നടത്തിയത്. ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്ത് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന പെട്രോളിയം കമ്പനിയായ ബാക്കോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് പ്രധാനമായും ഇറാൻ വൈകുന്നേരത്തോടുകൂടി ആക്രമണം നടത്തിയത്. എന്നാൽ ഇത് സംബന്ധിച്ച നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. UAEക്ക് നേരെയും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി. ഇതിന് പിന്നാലെ അബുദാബിയിലും ദുബായിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് ആ അലർട്ട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തെ ശക്തമായി ചെറുക്കാൻ UAEക്കും കഴിഞ്ഞു. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഈ ഡ്രോണുകൾ തകർത്തപ്പോൾ വീണുണ്ടായ അവശിഷ്ടങ്ങൾ വീണ് മരിച്ചവരുടെ എണ്ണം 94ആയി. ഇതും ആഭ്യന്തര മന്ത്രാലയം തന്നെ ഔദ്യോഗികമായാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും വിവിധ GCC രാജ്യങ്ങളിൽ ആക്രമണമുണ്ടായി. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഖത്തറായിരുന്നു. ഈ ഖത്തറിലും പ്രധാനമായും US ബേസിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. ആ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് ഖത്തറും അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് സൗദി അറേബ്യയിലും ഇന്ന് രാവിലെ മിസൈൽ ആക്രമണം ഉണ്ടായി. അതിനെയും ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്ന് സൗദി ഔദ്യോഗികമായും അറിയിച്ചു. മറ്റൊന്ന് ആക്രമണമുണ്ടായ GCC രാജ്യം കുവൈറ്റ് ആണ്. കുവൈറ്റിലും മിസൈൽ ആക്രമണത്തെ തടയാൻ കഴിഞ്ഞു എന്നാണ് കുവൈറ്റ് അറിയിച്ചിരിക്കുന്നത്. ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണ് കുവൈറ്റ് തീരത്ത് സ്ഫോടനം ഉണ്ടായതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ചില GCC രാജ്യങ്ങൾക്കെതിരെ ഇടപെട്ടുള്ള ആക്രമണം ഇറാൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ശരി, എന്തായാലും ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.